ഹലോ ഗായ്സ്, അപ്പോൾ സമയം ഇപ്പം തന്നെ 6 മണിയായി. അപ്പം ഞാൻ വേഗം കാര്യങ്ങൾ പറയാം. പതിവില്ലാത്തൊരു വീഡിയോ ആണ്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദ കഡിൽ ഡയറീസ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ. പലർക്കും അറിയായിരിക്കും, പലർക്കും അറിയില്ലായിരിക്കും. നമുക്ക് ദ കഡിൽ ഡയറീസ് എന്ന് പറഞ്ഞൊരു ചാനലും കൂടെ ഉണ്ട്. ആ ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും ഡെയിലി വ്ളോഗ്സും അങ്ങനത്തെ കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ചാനലാണ്. അപ്പോൾ ഒരു 2 ദിവസം മുമ്പ് ആ ചാനലിന് ചെറുതായിട്ടൊന്ന് പണി കിട്ടി. പണി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള സോങ്ങിന് എന്തോ എററോ ഇഷ്യൂയോ കോപ്പിറൈറ്റോ എനിക്ക് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയില്ല. എന്തോ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ 2 ദിവസമായിട്ട് ക്രിയേറ്റർ സപ്പോർട്ടിൽ കോൺടാക്ട് ചെയ്ത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ആയിട്ട് അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറേ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല, കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. എന്തായാലും മൊത്തത്തിൽ എനിക്ക് മനസ്സിലായതിൽ വെച്ചിട്ട് എനിക്ക് എന്താ തോന്നിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ചിലപ്പോൾ തൂക്കേണ്ടി വരും. തൂക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അൺലിസ്റ്റ് ചെയ്യുക, പ്രൈവറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും. സങ്കടം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടമൊന്നുമില്ല, പക്ഷെ ചെറിയൊരു വിഷമം അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നല്ല രീതിയിൽ ആഗ്രഹിച്ച് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെയാണ്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങാനും അതിൽ റിമൂവ് ചെയ്യേണ്ടി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാം. കാരണം ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ആണല്ലോ. അപ്പം ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് ആ ചാനലിൽ ഇനി ഒന്നും ഇടില്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ആ ചാനലിൽ നമ്മൾ ആസ് യൂഷ്വൽ എല്ലാ വീക്കും നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇനിയും പോസ്റ്റ് ചെയ്യും. പക്ഷേ ആ റിമൂവ് ചെയ്യേണ്ട ഒരു 4-5 വീഡിയോസ്, ചിലപ്പോൾ റിമൂവ് ചെയ്യേണ്ട ആ വീഡിയോസ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നോർമലി ക്രാഫ്റ്റ് വീഡിയോസ് വീക്കെൻഡിലാണ് ഇടാറുള്ളത്. അത് ആസ് യൂഷ്വൽ ഇടുന്ന പോലെ തന്നെ ഇടാറ്. ഒറ്റയടിക്ക് സംസാരിച്ചു തീരുമാനമായി. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഇതിലിടുന്ന ക്രാഫ്റ്റ് വീഡിയോസ് അതേപോലെ തന്നെ നമ്മൾ വീക്കെൻഡ്സിലിടും. വീക്ക് ഡേയ്സ് ഏതെങ്കിലും വെനസ്ഡേയോ തേഴ്സ്ഡേ ആയിട്ട് അതിലുള്ള ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഇതിൽ പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലർക്കും മീൻസ് ഒരു ഡൗട്ടോ സംശയമൊക്കെ ഉണ്ടാവുമല്ലോ. പെട്ടെന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഇതിൽ കാണുമ്പോൾ ഇത് അതിൽ കണ്ടിട്ടുണ്ടല്ലോ, ഓൾറെഡി അതിൽ കണ്ടതാണല്ലോ എന്ന് വിചാരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതൊന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ച് മുമ്പാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഹോളായിട്ടുള്ള ക്ലാരിറ്റി കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ വീഡിയോ ഇട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോയും കൂടെ പോസ്റ്റ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ മുതൽ സാധാ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ വേഗം ഇരുട്ടാവണതിന് മുമ്പേ വേഗം ചെയ്യാതെ കുളിച്ചിട്ട് വന്നിട്ട് അങ്ങനെ ഇരുന്ന് ചെയ്താണ്. പക്ഷേ അതിന്ന് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും സിമ്പിളല്ല. കാരണം അതിൽ യൂസ് ചെയ്തിട്ടുള്ള ഓഡിയോ ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്തിട്ടാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒപ്പം തന്നെയാണ് എൻ്റെ വോയിസ് ഓവേഴ്സും അതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആ ഓഡിയോ റിമൂവ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വോയിസ് ഓവേഴ്സും കൂടെ റിമൂവ് ചെയ്യും. അതായത് വീഡിയോ മാത്രമുണ്ട്, സൗണ്ട് ഒന്നുമില്ല. സൗണ്ട് ഇനി ഞാൻ പുതിയതായിട്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞ് കൊടുക്കണം. അതാണ് സംഭവം. അപ്പം അതും ടാസ്ക് പിടിച്ച പരിപാടിയാണ്. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ലൈഫ് മോണിറ്റർ ചെയ്ത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തിട്ടുള്ള വീഡിയോസ് ആകുമ്പോൾ എനിക്ക് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി ഒരു 2-3 ആഴ്ചയ്ക്ക് ഞാൻ ഈ വെനസ്ഡേ തേഴ്സ്ഡേ ആയിട്ട് ആ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസും കൂടെ പോസ്റ്റ് ചെയ്യും. പലരും അത് പലവട്ടം കണ്ടു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീൻസ് കുറേ വട്ടം കണ്ടു നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് സന്തോഷം. എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ നല്ല രീതിയിൽ ഞാൻ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരു ചാനലുണ്ടെന്ന് അറിയുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവർക്കും കണ്ടു നോക്കാം. കണ്ടവരെ വീണ്ടും കാണണം എന്ന് കേട്ടെന്ന് ഞാൻ നിർബന്ധിക്കില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ഈ ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. എനിക്ക് സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിങ്ങനെ തമാശയ്ക്ക് വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല സങ്കടമുണ്ട്. കാരണം ഞാൻ ആ ചാനൽ നല്ല രീതിയിൽ ആഗ്രഹിച്ച് തുടങ്ങിയൊരു ചാനലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ തോട്ട്സ് എന്താ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ള കമൻസും കാര്യങ്ങളൊക്കെ താഴെ പറയാം. ഉടനെ തന്നെ ഒരു ക്രിസ്മസ് മേക്ക് ഓവറൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതും വഴിയേ വരുന്നതായിരിക്കും. ബൈ ഗൈസ്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇട്ടത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.